കോമളപുരം കഥകളിലേക്ക് സ്വാഗതം. കഥയുടെ പേര് ഗോവർദ്ധന പർവ്വതം. പണ്ട് ഗോമതി നദിയുടെ തീരത്ത് വിജയൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ബലികർമ്മങ്ങൾ നടത്താൻ മധുരാപുരിയിലെത്തി. അദ്ദേഹം മടങ്ങിപ്പോയത് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വരയിൽ കൂടിയായിരുന്നു. അപ്പോൾ ഗോവർദ്ധന പർവ്വതത്തിൽ നിന്നും ഒരു കല്ല് ഉരുണ്ടുരുണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് വീണു. കല്ലിൻ്റെ നിറവും ആകൃതിയും കണ്ട ബ്രാഹ്മണൻ അതെടുത്ത് കയ്യിൽ വെച്ചു. കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഭയങ്കരനായ ഒരു രക്ഷസ് ബ്രാഹ്മണന്റെ മുമ്പിലെത്തി. 3 കാലുകളും 6 കൈകളും നെഞ്ചത്തൊരു മുഖവും ഉയർന്നു തടിച്ച മൂക്കും ഗുഹ പോലുള്ള വയറും ഉള്ളൊരു ഭയങ്കരൻ. ബ്രാഹ്മണൻ വല്ലാതെ പേടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ കയ്യിലിരുന്ന ഉരുളൻ കല്ല് രാക്ഷസന്റെ നേരെ എറിഞ്ഞു. കല്ല് ശരീരത്തിൽ ചെന്ന് കൊണ്ടു. പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ചു. രാക്ഷസന്റെ രൂപം മാറി. അതിസുന്ദരനായ ഒരു ഗന്ധർവനായി മാറി. വിജയൻ അത്ഭുതത്തോടെ ചോദിച്ചു, "അങ്ങ് ആരാണ്?" ഗന്ധർവൻ പറഞ്ഞു, "ഞാനൊരു ഗന്ധർവനായിരുന്നു. ശാപം മൂലം രാക്ഷസനായതാണ്. അങ്ങ് എന്നെ രാക്ഷസന്റെ രൂപത്തിൽ നിന്നും രക്ഷിച്ചു. ഈ ദിവ്യമായ കല്ല് എൻ്റെ മേൽ പതിച്ചത് കൊണ്ടാണ് എനിക്ക് ശാപമോക്ഷം കിട്ടിയത്." വിജയൻ പറഞ്ഞു, "ഈ കല്ലിന് ദിവ്യത്വമുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ സാധാരണ കല്ല് എങ്ങനെയാണ് ദിവ്യമായത്?" അപ്പോൾ ഗന്ധർവൻ പറഞ്ഞു, "ഗോവർദ്ധന പർവ്വതം സാക്ഷാൽ ഭഗവൻ തന്നെയാണ്. അതുകൊണ്ട് ഗോവർദ്ധനത്തിലെ കല്ലിനും ദിവ്യശക്തിയുണ്ട്. എന്തായാലും അങ്ങ് ആ കല്ല് എനിക്കു നേരെ എറിഞ്ഞത് എൻ്റെ ഭാഗ്യം." ഇത്രയും പറഞ്ഞ് ഗന്ധർവൻ മറഞ്ഞു. വിജയൻ ആ കല്ല് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ഭക്തിയോടെ അതിനെ പൂജിക്കുകയും ചെയ്തു. അടുത്ത കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.